ഹലോ ഗൈസ്, കുറച്ച് നാളായിട്ട് ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുമായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയൊരു ദിവസം വരണമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റിയൊരു ദിവസം വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പെരളശ്ശേരിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കണ്ണൂരേക്ക് ബസ്സിന് പോയി അവിടുന്ന് പെരളശ്ശേരി അമ്പലത്തിലേക്കുള്ള ബസ് കയറിയ സമയത്ത് ഫുൾ കാലിയായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെരളശ്ശേരി എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ അമ്പലത്തിൻ്റെ കുളത്തിലേക്ക് പോയി. അവിടുന്ന് കാലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാൻ. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലക്കുളത്തിൽ ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനൊക്കെ നോക്കി കാലൊക്കെ കഴുകിയിട്ട് മുകളിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുക കേട്ടോ. അവിടെ മുകളിലെത്തിയ ശേഷം ആ അമ്പലക്കുളമൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ റിസീറ്റൊക്കെ മുറിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് അതിന് ശേഷം അപ്പുറത്തൊരു അയ്യപ്പൻ്റെ നടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ആൽത്തറയിലെ ഇലയിൽ ഒരു കല്ലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ വിചാരിച്ച കാര്യം നടക്കുന്നാണ് കേട്ടോ പറയുന്നത്. നാഗകന്യകയാണ് കേട്ടോ ഈ തെയ്യം. അപ്പോൾ അത് നടയിലേക്ക് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം അടുത്തത് ഞങ്ങൾ പോയത് മാമാനത്ത് അമ്പലത്തിലാണ്. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താ പൂവെന്നറിയാം. ഇതാണ് നാഗലിംഗ പുഷ്പം. ഇത് തൊടാനോ പറിക്കാനോ ഒന്നും പാടില്ലെന്നാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ അവിടുത്തെ ഒരു പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മറികൊത്തലാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും തേങ്ങ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ.